ലോകത്തിന്റെ വിവിധ മേഖലകൾ ഇന്ന് യുദ്ധമുഖത്താണ്. റഷ്യ യുക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യയിലെ സംഘർഷം, സുഡാനിലെ ആഭ്യന്തര യുദ്ധം എന്ന് തുടങ്ങി ലോകത്തെല്ലായിടത്തും നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമായും ഇരയാക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ്. ജീവിക്കാനുള്ള അവകാശവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിക്കപ്പെടുകയാണ് പുതിയ തലമുറയ്ക്ക്. ലോകത്തിലെ 5-1 കുട്ടി സംഘർഷഭൂമിയിലോ സംഘർഷബാധിത പ്രദേശങ്ങളിലോ ആണെന്നാണ് യുണിസെഫിന്റെ പുതിയ റിപ്പോർട്ട്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം 473 മില്യൺ കുട്ടികൾ സംഘർഷ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 1990കളിൽ ഈ കണക്ക് 10% ഈ കാലഘട്ടത്തിൽ അത് 19% ഉയർന്നു. ഏകദേശം ഇരട്ടിയോളം തന്നെ. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 2023 മുതൽ ഇതിനകം 22,557 കുട്ടികൾക്ക് നേരെ 32,990 അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നാണ് UN കണക്കുകൾ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കണക്കാണിതെന്ന് യുണിസെഫ് വ്യക്തമാക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ ഇതിനകം 45,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇതിൽ 44% കുട്ടികളാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2023 അപേക്ഷിച്ച് 2024 കുട്ടികളുടെ മരണസംഖ്യ ഉയർന്നെന്നും അടുത്ത വർഷം ഈ കണക്കിൽ ഇനിയും വർധനവുണ്ടാകുമെന്നുമാണ് UN വ്യക്തമാക്കുന്നത്. 2024 മാത്രം കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ 1000% വർധനവുണ്ടായെന്നും റിപ്പോർട്ടുണ്ട്. 2024 കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും മോശം വർഷമായിരുന്നുവെന്നും യുണിസെഫ് പറയുന്നു. സംഘർഷങ്ങളിൽ ഇരയാക്കപ്പെട്ടവരും സംഘർഷത്തിന്റെ ആഘാതം പേറുന്നവരുമായ കുട്ടികളെ വിലയിരുത്തിയാണ് യുണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസലിന്റെ പ്രതികരണം. കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, വാക്സിനേഷൻ ലഭിക്കാത്ത അവസ്ഥ, വിദ്യാഭ്യാസത്തിനും ജീവിക്കാനുമുള്ള അവസര നിഷേധം, സ്വന്തം വീടുകളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ഇതൊന്നും സ്ഥായിയായ കാര്യങ്ങൾ ആകരുതെന്നും യുണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞുവെക്കുന്നു. സംഘർഷ മേഖലയിൽ ജീവിക്കുന്ന കുട്ടികളിൽ 45% പേർക്ക് വാക്സിനേഷൻ ലഭിക്കുന്നില്ലെന്നും 52 മില്യൺ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിരസിക്കപ്പെട്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വാക്സിനേഷന്റെ അഭാവത്തിലാണ് കാൽ നൂറ്റാണ്ടിനിടെ ആദ്യമായി ഗാസയിൽ വീണ്ടും പോളിയോ റിപ്പോർട്ട് ചെയ്തത്. UN ഇടപെടലിലൂടെ 90% കുട്ടികൾക്കും ഗാസയിൽ പ്രതിരോധ വാക്സിനേഷനും നൽകാനായി. ഗാസയിൽ ജീവിക്കുന്ന കുട്ടികളിൽ 96% പേരും മരണം ആസന്നമായെന്ന് വിശ്വസിക്കുന്നുവെന്ന പഠനം അടുത്തിടെയാണ് പുറത്തുവന്നത്. ഇതിൽ പകുതി പേരും മരിക്കാൻ ആഗ്രഹിക്കുന്നതായും പഠനത്തിൽ പറയുന്നു. യുദ്ധങ്ങൾ കുട്ടികളുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും നിരസിക്കുക മാത്രമല്ല, കളിക്കാനും പഠിക്കാനും കുട്ടികളായിരിക്കുവാനുമുള്ള അവകാശവുമാണ് അവരിൽ നിന്നും തട്ടിയെടുക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.